ഈ ഭാഷ കൺസൾട്ടിങ് എന്ന് പറയുന്നത് ഇതൊരു ഭാരിച്ചപ്രായത്താണ്. നമുക്കറിയാത്തൊരു ഭാഷയിൽ നമ്മൾ ഓടി അവിടെ എത്തി അവിടുന്ന് പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഉറക്കൊഴിഞ്ഞ പണി കാണിച്ച ഏറെ ഹൃദയത്തോടെ നന്ദി പറയുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹമാണ്. നമ്മളിവിടെ ഇപ്പോഴും മുന്നോട്ടാണ്. അതോടൊപ്പം നമ്മളിവിടെ പിന്നെ വാസുവേട്ടൻ അതുപോലെ ഇവരെല്ലാവരും ഇന്നലെ നമ്മളെ അങ്ങനെയുള്ള ആൾക്കാരായിട്ട് നമ്മളൊരു ഒഫീഷ്യലായിട്ട് പറയാത്തുള്ളൂ. വേറൊന്നുമല്ല, രണ്ട് വിജയത്തിലേക്ക് സിനിമ എത്തിച്ച് നമുക്ക് ആഹ്ലാദിക്കാനൊരു വകയുണ്ടാക്കി തന്ന ഓരോരുത്തരോടും അതോടൊപ്പം ഈ ഗ്രാമത്തിലെ ഈ കോളനിയും ചുറ്റും എല്ലാവർക്കും ചന്ദ്രേട്ടൻ പ്രത്യേകിച്ച് ഞാൻ പറയില്ല, കാരണം മുത്തരി ഒഴിക്കാൻ പറ്റില്ല. എങ്കിലും ഇപ്പോഴും ഇവിടെ വന്നപ്പോൾ എല്ലാം ആദ്യം ചെയ്തതെന്ന് ചന്ദ്രേട്ടൻ ചെയർ വരാനുള്ള അതൊക്കെ നന്ദിയിൽ ഒതുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ബിഗ് സല്യൂട്ട്. അപ്പം എല്ലാവരോടും ഇവിടെ കൂടി എല്ലാവരോടും നമ്മളുടെ ഇതിനു മുമ്പ് ഇവിടെ നമുക്ക് ഒരു ഓണം പാട്ട് ചിത്രീകരിക്കാൻ സഹായിച്ചു. അതിൽ പങ്കെടുത്ത തിരുവാതിര ടീമിലെ അംഗങ്ങളൊക്കെ കൂടിയുണ്ട്. എല്ലാവരും ഓരോ ആളോടും ഈ ആവശ്യം സ്നേഹത്തോടെ നന്ദി പറയുന്നു. പിന്നെ ഈ ചടങ്ങിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ പുതിയ സിനിമയുടെ പ്ലാനിനിയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് ഞങ്ങളോട് സഹകരിക്കുന്ന പിന്നെ അദ്ദേഹം സ്ഥലത്തില്ല, ഗൾഫിലാണ്. അദ്ദേഹത്തിൻ്റെ മിസ്സസ് ശ്രീ ബീന കൂടി എത്തിയുന്നുണ്ട്. അവർ മകനുണ്ട്. അവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ സന്തോഷമുള്ള സ്റ്റേജിലിരിക്കുന്നവർക്കും എൻ്റെ വിനീതമായ കൂട്ടുകൾ. ഓരോ ആളുകളെയും പേരെടുത്ത് പറയാൻ പേരറിഞ്ഞുകൂടാ. പങ്കെടുത്തിട്ടുള്ള ആളുകളെല്ലാം വളരെ സ്നേഹപൂർവമായ ഒരു സഹകരണമാണ് എനിക്ക് തോന്നുന്നത്. വിജയവുമായിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. വളരെ അഭിമാനത്തോടെ, വളരെ സന്തോഷത്തോടെ. ആ സന്തോഷത്തിന് മുന്നിൽ ബാക്കിയെല്ലാം മറക്കുകയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മുൻവിധിയുമില്ലാതെ സീറോ ക്യാപിറ്റലുമായി ഒരു സിനിമ തുടങ്ങുക എന്ന് പറയുന്ന ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. എത്ര പറഞ്ഞാലും മതിയാവാത്ത കാര്യങ്ങളുണ്ട്. അടുത്തത് നമ്മളിതിൻ്റെ നമ്മൾ ഈ പടത്തിന് പരസ്യം കൊടുക്കുമ്പോൾ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തീർക്കാൻ വേണ്ടി വന്ന് ഈ സിനിമയുടെ ഒരു ഭാഗമായി മാറി. അപ്പോൾ ഇത് തിയേറ്ററിൽ സിനിമ ഷൂട്ട് ചെയ്ത് ഡയറക്ടർ അതും ഷൂട്ട് ചെയ്യുന്നത് ഒരുപാട് അത്ഭുതങ്ങളുള്ള സിനിമയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കട്ടൊക്കെ നിന്ന് പറ്റിയിട്ടുണ്ട്. അതുപോലെ ബാലതാര ആവണി ഹൗസ് മോളുടെ ആ ഒരു കുഞ്ഞോണം എന്നുള്ള ഇത് ഞാൻ കണ്ടിരുന്നു. നല്ല ഇതായിരുന്നു. അതുപോലെ മോളെ പാട്ട് പിന്നെ എന്താ പറയാ, ഇനി എടുക്കാൻ പോകുന്ന പ്ലാവില ഈ സിനിമയെക്കാളും നന്നായി ഉയരത്തിലെത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ഈയൊരു അതായത് ചീരാൽ പ്രദേശം, ഞങ്ങളുടെ ജീവിത രീതികൾ, പിന്നെ ചുറ്റുപാട് അന്തരീക്ഷം, അങ്ങനെ എല്ലാ ഒരു സ്ക്രീനിൽ അത് കാലാകാലത്തേക്ക് ഇനി അവിടെ ചിത്രീകരിക്കപ്പെട്ട് ഞാൻ കിടന്നുറങ്ങി പാടുന്നിരിക്കുകയാണ് വിളിക്കുന്നത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞതിൻ്റെ അടുത്ത്
നിന്നെ ഡയറക്ടർ വിളിക്കും, നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിച്ചു. അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ലാസ്റ്റ് രാത്രി ഒരു കുറച്ച് ഇവിടെ പരിചയമില്ലാത്ത ആളുകളാണ് നിങ്ങളെല്ലാവരും. അവരോട് പറഞ്ഞു കുറച്ച് കസേര വേണം, ടേബിൾ വേണം. എല്ലാ ചടങ്ങും ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഒരു മരണമായാലും ഒക്കെ അതിൽ A to Z ഓരോ സാധനങ്ങളും അതിൽ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ആ സിനിമയിലൂടെ പഠിക്കാൻ കഴിയും. നമുക്ക് ഞാൻ ട്രെയിനിൽ നിൽക്കുന്നതൊക്കെ ഇങ്ങനെയുള്ളൊരു സംഭവം നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ആ സിനിമ നമുക്ക് ഇങ്ങനെയുള്ള കുറേ അറിവുകൾ തരാൻ പറ്റും. പിന്നെ ഇവിടെ ഇപ്പോൾ വന്നപ്പോഴാണ് ഉണ്ടാവും. ഇവളുടെ ഒന്ന് തടിയൊക്കെ കുറച്ച് വെക്കണമെങ്കിൽ നമുക്ക് കുറച്ച് പാടുപെടേണ്ടി വരും. അപ്പോൾ ഹൗസിനായിരുന്നു അതിൻ്റെ ഭാഗ്യം ഉണ്ടായിരുന്നത്. എൻ്റെ മോളെപ്പോലെ തന്നെ എനിക്ക് ഹൗസ് എല്ലാ വിജയങ്ങളും ഉണ്ടായിട്ട്. സിനിമയിലേക്ക് വരാൻ ആദ്യം ആൽബമാണ് ചെയ്തത്. അപ്പോൾ ഗിരീഷ് സാറായിട്ട് ആദ്യമായിട്ട് ബന്ധം എന്ന് പറയുന്നത് ഈ പ്ലാവിൽ എൻ്റെ കാസ്റ്റിംഗ് കോളിൽ എൻ്റെ മോൾക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു.